നമസ്കാരം സുഹൃത്തുക്കളെ. നമുക്ക് ചുറ്റും ഒരുപാട് ആളുകളുണ്ടല്ലേ? സുഹൃത്തുക്കൾ, ബന്ധുക്കൾ, സഹപ്രവർത്തകർ. എപ്പോഴും കൂടെ ആരെങ്കിലും ഉണ്ടാകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. പക്ഷെ ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കട്ടെ. ഈ ആൾക്കൂട്ടത്തിന് നടുവിലും എപ്പോഴെങ്കിലും നിങ്ങൾ പൂർണ്ണമായും ഒറ്റപ്പെട്ടു പോയതായി തോന്നിയിട്ടുണ്ടോ? എല്ലാവരും ഉണ്ടായിട്ടും ആരും കൂടെയില്ലാത്തതുപോലെ തോന്നിയിട്ടുണ്ടോ? പോസിറ്റീവ് ടോക്സ് എന്ന നിങ്ങളുടെ സ്വന്തം ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മളിൽ ഭൂരിഭാഗം പേരും ഭയപ്പെടുന്നത് ഒറ്റപ്പെടലിനെയാണ്. എന്നാൽ ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് ഒറ്റപ്പെടലിൻ്റെ സങ്കടങ്ങളെക്കുറിച്ചല്ല, മറിച്ച് ഒറ്റയ്ക്ക് നിൽക്കാൻ പഠിച്ച ഒരു മനുഷ്യൻ നേടുന്ന അസാധ്യമായ കരുത്തിനെക്കുറിച്ചാണ്. നിങ്ങൾ എപ്പോഴാണോ ഒറ്റയ്ക്ക് നടക്കാൻ തയ്യാറാകുന്നത്, അന്നാണ് നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ നിയന്ത്രണത്തിലാകുന്നത്. ഈ വീഡിയോ പൂർണ്ണമായി കേൾക്കൂ. അതിൻ്റെ അവസാനം നിങ്ങൾ നിങ്ങളുടെ ആത്മവിശ്വാസത്തിൻ്റെ മറ്റൊരു തലത്തിലായിരിക്കും എന്ന് തീർച്ച. ഒരു കൊമ്പിൽ വന്നിരിക്കുന്ന പക്ഷിക്ക് ഒരിക്കലും ആ കൊമ്പ് ഒടിഞ്ഞു പോകുമോ എന്ന ഭയമില്ല. എന്തുകൊണ്ടെന്നാൽ ആ പക്ഷി വിശ്വസിക്കുന്നത് ആ കൊമ്പിനെയല്ല, മറിച്ച് സ്വന്തം ചിറകുകളെയാണ്. പക്ഷെ നമ്മൾ മനുഷ്യരോ, നമ്മൾ നമ്മുടെ സന്തോഷത്തിനും സമാധാനത്തിനും വിജയത്തിനുമൊക്കെ മറ്റുള്ളവരെ ആശ്രയിക്കുന്നു, അല്ലേ? അവൻ കൂടെയുണ്ടെങ്കിൽ ഞാൻ ചെയ്യാം, അവൾ എന്നെ സ്നേഹിച്ചാൽ ഞാൻ ഹാപ്പിയാകും. നമ്മൾ നമ്മുടെ സന്തോഷത്തിൻ്റെ റിമോട്ട് കൺട്രോൾ മറ്റുള്ളവരുടെ കൈകളിൽ കൊടുത്തിരിക്കുകയാണ്. അവർ ചാനൽ മാറ്റുന്നതിനനുസരിച്ച് നമ്മൾ ചിരിക്കുകയും കരയുകയും ചെയ്യുന്നു. എത്ര ദയനീയമായ അവസ്ഥയായതല്ലേ? ഓർക്കുക, മറ്റൊരാളെ താങ്ങി നിൽക്കുമ്പോൾ നമ്മൾ സ്വന്തം കാലിൽ നിൽക്കാനാണ് മറന്നുപോകുന്നത്. ഒരാൾ കൂടെയുള്ളപ്പോൾ കാണിക്കുന്ന ധീരതയല്ല യഥാർത്ഥ ധീരത. കൂടെ നിൽക്കാൻ ആരുമില്ലെന്ന് തിരിച്ചറിയുമ്പോഴും ലക്ഷ്യത്തിലേക്ക് തളരാതെ ഒറ്റയ്ക്ക് മുന്നോട്ട് നടക്കാൻ കഴിയുന്നതിലാണ് നിങ്ങളുടെ യഥാർത്ഥ വിജയം ഒളിഞ്ഞിരിക്കുന്നത്. ഒറ്റയ്ക്ക് നിൽക്കാൻ പഠിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന അത്ഭുതങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാമോ? ഒന്നാമതായി, നിങ്ങൾ സ്വയം തിരിച്ചറിയാൻ തുടങ്ങും. ആൾക്കൂട്ടത്തിൽ നമ്മൾ എപ്പോഴും മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്താനുള്ള തിരക്കിലാണ്. എന്നാൽ നിങ്ങൾ ഒറ്റയ്ക്കാകുമ്പോൾ നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് നോക്കാൻ നിങ്ങൾക്ക് സമയം കിട്ടും. നിങ്ങളുടെ യഥാർത്ഥ കഴിവ് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കും. രണ്ടാമതായി, നിങ്ങളുടെ ഭയം ഇല്ലാതാകും. പേടിയൊന്നൊരു സംഭവമേ നിങ്ങളെ വിട്ടുപോയിട്ടുണ്ടാവും. ആളുകൾ എന്ത് വിചാരിക്കും, എന്നെ ആരെങ്കിലും ഉപേക്ഷിച്ചു പോകുമോ എന്നൊക്കെയുള്ള പേടികളാണ് നമ്മളെ തളർത്തുന്നത്. എന്നാൽ ഒറ്റയ്ക്ക് ജീവിക്കാനും പോരാടാനും പഠിച്ച ഒരു മനുഷ്യനെ ഭയപ്പെടുത്താൻ ഈ ലോകത്ത് ഒരാൾക്കും കഴിയില്ല. കാരണം അയാൾക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ല, നേടാൻ ഈ ലോകം മുഴുവനുമുണ്ട്. ചിലർ പറയും, അവൻ ഒറ്റയ്ക്കായി പോയി, അവൻ തോറ്റുപോയി എന്ന്. എന്നാൽ ഞാൻ പറയുന്നത്, സിംഹം എപ്പോഴും ഒറ്റയ്ക്കാണ് നടക്കുന്നത്, ആടുകളാണ് കൂട്ടമായി വരുന്നത്. സിംഹത്തിൻ്റെ ആ ഗാംഭീര്യം വരുന്നത് അതിൻ്റെ ഏകാന്തതയിൽ നിന്നാണ്. അത് സ്വന്തം കരുത്തിൽ മാത്രം വിശ്വസിക്കുന്നു. സ്വയം പൊരുതി ജയിച്ചവന്റെ ചരിത്രമേ ഈ ലോകം ഓർത്തു വെച്ചിട്ടുള്ളൂ. നമ്മൾ ആരാധിക്കുന്ന ഇതിഹാസങ്ങളെല്ലാം ഒരു ഘട്ടത്തിൽ എല്ലാവരാലും ഒറ്റപ്പെടുത്തിട്ടുള്ളവരാണ്. ഞാൻ ഇതിനു മുന്നേയുള്ള അങ്ങനെയുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷേ അവർ തോറ്റുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. നിങ്ങൾ ഒറ്റയ്ക്ക് വിജയിച്ച് കാണിക്കുമ്പോൾ നിങ്ങളെ തനിച്ചാക്കി പോയവർ പോലും നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരും. അന്ന് നിങ്ങൾ അവരോട് പരിഭവിക്കില്ല, പകരം ഒരു പുഞ്ചിരിയോട് അവരെ സ്വാഗതം ചെയ്യും. കാരണം നിങ്ങളെ തനിച്ചാക്കിയവരോടാണ് നിങ്ങൾക്ക് കൂടുതൽ നന്ദി ഉണ്ടാകേണ്ടത്. അവരാണ് നിങ്ങളെ സ്വയം വളരാൻ പഠിപ്പിച്ചത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നിങ്ങളുടെ ജീവിതത്തിലെ തീരുമാനങ്ങൾ സ്വന്തമായി എടുക്കുക. വീണാലും പരാജയപ്പെട്ടാലും
അത് നിങ്ങളുടെ സ്വന്തം വഴിയിലായിരിക്കട്ടെ. വീഴ്ചകളിൽ നിന്ന് പഠിച്ച് വീണ്ടും എഴുന്നേൽക്കുക. നിങ്ങൾ ഒറ്റയ്ക്കല്ല. നിങ്ങളുടെ ഉള്ളിൽ അതിശക്തനായ ഒരു മനുഷ്യനുണ്ട്, ഉപബോധ മനസ്സ്. അവനെ ഉണർത്തുക. നിങ്ങളെ ഉള്ളിലെ ആ ശക്തനെ ഉണർത്തുക. ഇന്നു മുതൽ, ഈ നിമിഷം മുതൽ സ്വന്തം കാലിൽ നിൽക്കാൻ ശീലിക്കൂ. ലോകം നിങ്ങളുടെ കാൽക്കീഴിൽ വരിക തന്നെ ചെയ്യും. നിങ്ങളുടെ ചിന്തകൾ താഴെ കമൻ്റായി അറിയിക്കുക. ഒറ്റയ്ക്ക് ജീവിച്ച് അനുഭവമുള്ളവർ, അവർ ജീവിതത്തിൽ വിജയിച്ച കാര്യങ്ങൾ, നേരിടാൻ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾ കമൻ്റായി അഭിപ്രായം അറിയിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി ഷെയർ ചെയ്യുക. മറ്റൊരു മികച്ച പോസിറ്റീവ് ചിന്തയുമായി വീണ്ടും കാണാം. ബൈ.